ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം ജ്യോതിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ വസുദേവർ അനുഷ്ഠിച്ച യാഗകർമ്മങ്ങളെപ്പറ്റിയാണ് നാം ചിന്തിക്കാൻ തുടങ്ങിയത്. മഹർഷിമാരും സന്യാസിമാരും എത്തിച്ചേർന്ന ഉടനെ തന്നെ യുധിഷ്ഠിരനും മഹാരാജാവും ഉൾപ്പെടെ ഉള്ള സർവ്വരാജാക്കന്മാരും പാണ്ഡവരും ഭഗവാൻ കൃഷ്ണനും ബലരാമനും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പ്രപഞ്ചം മുഴുവൻ ആദരിക്കുന്ന മഹർഷിമാർക്ക് ശിരസ് കുനിച്ച് സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു. തുടർന്ന് പീഠം നൽകി ആസനസ്ഥരാക്കി ആർഘ്യപദ്ധാർത്ഥികൾ അർപ്പിച്ച് സ്വാഗതം ചെയ്തു. രുചികരമായ പഴങ്ങൾ, പൂമാലകൾ, ധൂപം, ചന്ദനക്കുഴമ്പ് എന്നിവയും നൽകപ്പെട്ടു. കൃഷ്ണനും ബലരാമനും വൈദികമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് മഹർഷിമാരെ പൂജിച്ചു. എല്ലാ മഹർഷിമാരും സുഖമായി ആസനസ്ഥരായപ്പോൾ ധർമ്മസംരക്ഷണത്തിനായിക്കൊണ്ട് അവതരിച്ച ഭഗവാൻ കൃഷ്ണൻ എല്ലാ രാജാക്കന്മാർക്കും വേണ്ടിയിട്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങി. കൃഷ്ണൻ സംസാരിക്കാൻ ആരംഭിച്ചപ്പോൾ മഹർഷിമാരോട് അദ്ദേഹം അരുളി ചെയ്യുന്ന സ്വാഗതോക്തികൾ കേട്ട് മനസ്സിലാക്കാനുള്ള ആകാംക്ഷയോടെ എല്ലാവരും നിശബ്ദരായിട്ടിരുന്നു. ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു: സന്നിഹിതരായിരിക്കുന്ന മഹർഷിമാരും സന്യാസിമാരും വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് നമ്മുടെ ജീവിതം സഫലമായെന്ന് നമുക്കെല്ലാവർക്കും തോന്നുന്നു. നാം ആഗ്രഹിച്ച ജീവിത ലക്ഷ്യം നാം ഇന്ന് നേടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സമുന്നത മുക്താത്മാക്കളായിട്ടുള്ള മഹർഷിമാരും സന്യാസിമാരും ആരെയും നേരിൽ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ദേവന്മാർ പോലും അവരെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ഭക്തിയുത സേവനത്തിൽ തുടക്കക്കാരും ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടെന്നറിയാതെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിക്ക് സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നവരും കാമ അഭിലാഷങ്ങളുടെ പൂർത്തിക്കായിക്കൊണ്ട് വിവിധ ദേവതകളെ പൂജിക്കുന്നവരും ഋഷിമാരുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ്. ഋഷിമാരെ നേരിൽ കണ്ട് അവരുടെ പാദപത്മങ്ങൾ തൊട്ടുവന്ദിച്ച് അവരോട് ക്ഷേമാന്വേഷണങ്ങൾ നടത്തി സ്വീകരിക്കാൻ അഥവാ ഉത്സാഹപൂർവ്വം അവരെ പൂജിക്കാനുള്ള സന്ദർഭം പ്രയോജനപ്പെടുത്താൻ ഈ കൂട്ടർക്ക് അറിഞ്ഞുകൂടാ. പ്രാരംഭ ഭക്തർക്കോ മതവിശ്വാസികൾക്കോ മഹാത്മാക്കളുടെ മഹത്വം മനസ്സിലാക്കാനാവുന്നില്ല. ഒരു ചടങ്ങെന്ന നിലയിൽ അവർ ക്ഷേത്രദർശനം നടത്തി പ്രതിഷ്ഠാമൂർത്തിയെ വണങ്ങുന്നു എന്ന് മാത്രം. തൊട്ടടുത്ത ഉയർന്ന വിധാനമായിരിക്കുന്ന തന്മയീഭാവത്തിലേക്ക് സമാധി ബോധത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ മാത്രമേ മഹാത്മാക്കളുടെയും ഭക്തന്മാരുടെയും പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിനാൽ പ്രാരംഭ ഭക്തർക്ക് മഹർഷിമാരുടെയും സന്യാസിമാരുടെയും ഭക്തന്മാരുടെയും പ്രാധാന്യം മനസ്സിലാക്കാനാവില്ലെന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ പ്രത്യക്ഷ ഭക്തി പ്രകടന ഭക്തിയുടെ വ്യത്യാസത്തെ ഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പം മഹർഷിമാരെ എല്ലാം ആദരിച്ച് ബഹുമാനിച്ച് അർഘ്യപാദാതിരെ കൊണ്ട് അവരെല്ലാം എപ്രകാരം ആദരിക്കണം ബഹുമാനിക്കണം എന്ന് ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഉറപ്പാക്കി ഭഗവാൻ തന്നെ അവരെയൊക്കെ ആദരിക്കാനും ബഹുമാനിക്കാൻ തയ്യാറായി. അവർക്കെല്ലാം ഇരിപ്പിടങ്ങൾ നൽകി. അതിനുശേഷം ഭഗവാൻ മറ്റുള്ളവരെല്ലാവരും കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിശദീകരണം നടത്തുന്നത്. അവരെയെല്ലാം സംബോധന ചെയ്തുകൊണ്ട് ഭഗവാൻ സംസാരിക്കുന്നത് സന്നിഹിതരായിരിക്കുന്ന മഹർഷിമാരും സന്യാസിമാരും വാഴ്ത്തപ്പെടട്ടെ. കാരണം സംസ്കാരത്തിൻ്റെ ആണിക്കല്ല് ഈ മഹർഷിമാരും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറ പാകിയത് ഈ സിദ്ധന്മാരാണെന്ന് എന്നുള്ള യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പൂർണ്ണ മനുഷ്യനായിട്ട് അവതരിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയൊരു തീർത്ഥാടനം ഇല്ലെങ്കിൽ ഒരു മഹാസമ്മേളനം സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ശത്രുമിത്ര പക്ഷങ്ങളില്ലാതെ ജാതിഭേദങ്ങളില്ലാതെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വൃന്ദാവനവാസികളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മഹാസമ്മേളനം നടത്തിയത് ആ ദ്വാപരയുഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭക്തിയുടെ പ്രഭാവത്തെ അവിടെ പ്രകടമാക്കി തരികയാണ് ചെയ്യുന്നത് ഭഗവാൻ. അപ്പോൾ ആ ഭഗവാൻ തന്നെ അവർക്കെല്ലാം സാക്ഷിയായി നിന്നുകൊണ്ട് മഹർഷിമാരാണ് ഈ സംസ്കാരത്തിൻ്റെ ആണിക്കല്ലെന്ന് മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥ പ്രകർഷണ ഭക്തിയുള്ളവർക്ക് കറകളഞ്ഞ ഭക്തർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ഈശ്വരനെ പോലും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള സംസ്കാരം ത്തിൻ്റെ വിത്തുപാകിയത് ഈ മഹർഷിമാരാണെന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഭഗവാൻ അവരോട് സംസാരിക്കുന്നതെന്നുണ്ട്. കാരണം എന്തുകൊണ്ടെന്നാൽ സമുന്നത മുക്താത്മാക്കളായ മഹർഷിമാരും സന്യാസിമാരെയും നേരിൽ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചത് മഹാഭാഗ്യം തന്നെയാണ്.
ദേവന്മാർക്ക് പോലും ഇങ്ങനെ എല്ലാവരെയും ഒരു സ്ഥലത്ത് ഒരേപോലെ ഇങ്ങനെ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കാനോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂടിച്ചേരലിന് അവർക്ക് പോലും ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത കാര്യമാണ് എന്ന് ഭഗവാൻ എടുത്ത് പറയുന്നു. അതുകൊണ്ട് ഭക്തിയുത സേവനത്തിലെ തുടക്കക്കാരും ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുണ്ടെങ്കിലും ഈ ഭഗവാന്റെ പ്രഭാവത്തെ കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഭക്തിയുത സേവനത്തിലേക്ക് കടക്കുമ്പോൾ അവരെയാണ് തുടക്കക്കാരെന്ന് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ആ തുടക്കക്കാരെ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുണ്ടെന്ന് പോലും തൻ്റെ തന്നെ ഹൃദയത്തിൽ ഭഗവാൻ തന്നെയാണ് ഇരിക്കുന്നതെന്ന് അറിയാതെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തിക്ക് നമ്മളൊക്കെ പ്രത്യക്ഷ ഭക്തി പ്രകടന ഭക്തിയിലേക്ക് പോകുമ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രതിഷ്ഠാമൂർത്തിക്കാണ് സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നതും കാമാഭിലാഷങ്ങളുടെ പൂർത്തിക്കായിക്കൊണ്ട് വിവിധ ദേവതകളെ പൂജിക്കുന്നതും ഋഷിമാരുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ സാധാരണ ഭക്തിയുടെ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ഭഗവാൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഋഷിമാരെ നേരിൽ കണ്ട് അവരുടെ പാദപത്മങ്ങൾ തൊട്ടുവന്ദിച്ച് അവരോട് ക്ഷേമാന്വേഷണങ്ങൾ നടത്തി അവരെ സ്വീകരിക്കാൻ അഥവാ ഉത്സാഹപൂർവ്വം അവരെ പൂജിക്കാനുള്ള സന്ദർഭം പ്രയോജനപ്പെടുത്താൻ ഈ കൂട്ടർക്ക് സാധാരണ പ്രകടന ഭക്തിക്കാർക്കോ ഇല്ലേ പ്രത്യക്ഷത്തിലുള്ള ഭക്തിയിലേക്ക് വരുന്നവർക്കോ സാധാരണക്കാർക്കോ മനസ്സിലാക്കാൻ സാധ്യമല്ല. അവർക്കൊട്ട് അറിഞ്ഞും കൂടാ എന്നാണ് പറയുന്നത്. കാരണം അവരുടെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഭക്തിയുടെ പ്രഭാവ കേന്ദ്രം ഇവരൊക്കെ തന്നെയാണ്. പക്ഷെ അത് തുടക്കക്കാർക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ പ്രാരംഭ ഭക്തർക്കോ മതവിശ്വാസികൾക്കോ മഹാത്മാക്കളുടെ മഹത്വം സാധാരണ നിലയിൽ മനസ്സിലാക്കാൻ ആകില്ല. ഒരു ചടങ്ങെന്ന നിലയിൽ അവർ ക്ഷേത്രദർശനവും മറ്റ് ഭക്തിയുത സേവനവും നടത്തുകയും പ്രതിഷ്ഠാമൂർത്തിയെ ആദരിക്കുകയും പൂജിക്കുകയും തൊട്ടടുത്ത ഉയർന്ന വിധാനമായിരിക്കുന്ന തന്മയീഭാവത്തിലേക്കോ സമാധിബോധത്തിലേക്കോ ഉയർത്തപ്പെടുമ്പോൾ മാത്രമേ മഹാത്മാക്കളുടെയും ഈശ്വരന്റെ തന്നെ മഹത്വത്തെയും ഭക്തന്മാരുടെയും പ്രാധാന്യം യഥാർത്ഥ കറകളഞ്ഞ ഭക്തന്മാരുടെയും പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിനാൽ പ്രാരംഭ ഭക്തർക്ക് മഹർഷിമാരുടെയും സന്യാസിമാരുടെയും ഭക്തന്മാരുടെയും പ്രാധാന്യം മനസ്സിലാക്കാൻ ആവില്ലെന്ന് ഭഗവാൻ കൃഷ്ണൻ തന്നെ ഇവിടെ എടുത്തു പറയുന്നത് നാം ശ്രദ്ധിക്കണം. കൃഷ്ണൻ തുടർന്നും പറഞ്ഞു, തീർത്ഥസ്നാനം കൊണ്ടോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചത് കൊണ്ടോ ക്ഷേത്രദർശനം കൊണ്ടോ ഒരാൾ ശുദ്ധീകരിക്കപ്പെടുന്നില്ല. എന്നാൽ പരമാത്മാവിനെ ദർശിക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്നവർ പെട്ടെന്ന് ശുദ്ധീകരിക്കപ്പെടും. അതേപോലെ തന്നെയാണ് സത്സംഗം. ഇത്തരത്തിലുള്ള മഹർഷിമാരും ഇല്ലെങ്കിൽ ഗുരുക്കന്മാരെയും ഭഗവാന്റെ കറകളഞ്ഞ ഭക്തരെയും തമ്മിൽ കാണുമ്പോൾ അതിൽ നിന്നും ഭഗവാനെ കണ്ടതുപോലെയുള്ള പ്രതീകാത്മക ഭാവം ഭക്തർക്കുണ്ടാവുകയും ചെയ്യും. തീർത്ഥസ്നാനം കൊണ്ടോ പുണ്യതീർത്ഥ സന്ദർശനം കൊണ്ടോ സന്ദർശിച്ചത് കൊണ്ടോ ക്ഷേത്രദർശനം കൊണ്ടോ വഴിപാടുകൾ കഴിച്ചത് കൊണ്ടോ ഒരാൾ ശുദ്ധീകരിക്കപ്പെടുന്നില്ല. എന്നാൽ പരമാത്മാവിനെ ദർശിക്കാൻ ഭാഗ്യം സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ അനുഭവിച്ചറിയുക, ഇല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുന്ന ഇത്തരത്തിലുള്ള മഹർഷിമാരെ കാണാൻ സാധിക്കുന്നത് തന്നെ ഈശ്വരനെ കാണുന്നതിന് തുല്യമാണ്. എന്നാൽ പരമാത്മാവിനെ ദർശിക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ശുദ്ധീകരിക്കും. ചില ഗുരുക്കന്മാരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ അവരുടെ ഭക്തിയുടെ പ്രഭാവത്തെ ഉയർത്താൻ പ്രകാശിപ്പിക്കാൻ സാധിക്കും. അത്തരത്തിൽ ശുദ്ധീകരിക്കുന്നവരുടെ ഫലം അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ജലം, വായു, ആകാശം, മനസ്സ് എന്നിവയെ പൂജിക്കണമെന്നാണ് അനുശാസിക്കുന്നത്. ഭൂതങ്ങളെയും അവയുടെ അധിഷ്ഠാന ദേവതകളെയും പൂജിക്കുന്നവർ അസൂയയിൽ നിന്ന് മുക്തനാകും. എന്നാൽ ഒരു മഹാത്മാവിനെ സേവിച്ചാൽ അസൂയാലുവിൻ്റെ സർവപാപങ്ങളും തൽക്ഷണം നശിക്കും. സംപൂജ്യരായിട്ടുള്ള മഹർഷിമാരെ, ബഹുമാന്യരായിട്ടുള്ള രാജാക്കന്മാരെ, വാദം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളിൽ നിർമ്മിതമായിരിക്കുന്ന ഈ ഭൗതിക ശരീരം തന്നെയാണ് ആത്മാവെന്നും കുടുംബവും ബന്ധുക്കളും സ്വന്തമാണെന്നും ഭൗതിക വസ്തുക്കൾ ആരാധ്യമാണെന്നും അതേപോലെ സ്നാനത്തിന് വേണ്ടി മാത്രമാണ് പുണ്യസ്ഥലം സന്ദർശിക്കുന്നതെന്നും വിചാരിച്ച് ഋഷിമാരും മഹാത്മാക്കളുമായിട്ട് സമ്പർക്കം ആവശ്യമില്ലെന്നും കരുതുന്നവർ മനുഷ്യ രൂപികളാണെങ്കിലും കഴുതയെപ്പോലെ മൃഗങ്ങളല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നാം പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള മഹർഷിമാരെയും ഇല്ലേ സത്സംഗം ഒക്കെ ഉണ്ടായിട്ടും അവരെയൊന്നും ഗൗനിക്കാതെ ഈ ഭൗതിക പ്രത്യക്ഷ പ്രകടന ഭക്തിയുടെ പ്രഭാവത്തിൽ നടക്കുന്നവരായിട്ടുള്ള ഭക്തരുടെ കാര്യമാണ് ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്നത്. ഇങ്ങനെയുള്ള അവസരം
മഹാത്മാക്കളുമായിട്ട് സന്ധി ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുമായിട്ട് സമ്പർക്കത്തിന് അവസരം ലഭിച്ചിട്ടും അത് വേണ്ട വിധത്തിൽ അവരുടെ മഹത്വം അറിയാതെ അവരോടൊന്നും സമ്പർക്കം ഉണ്ടാക്കേണ്ടത് ആവശ്യമില്ലെന്നൊക്കെ കരുതി ഈ പ്രത്യക്ഷ ഭക്തിയുടെയും പ്രകടന ഭക്തിയുടെയും പോകുന്നവർ അവർ മനുഷ്യജന്മം കിട്ടിയ കഴുതയെ പോലെയാണെന്നാണ് ഭഗവാൻ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പം അത്തരത്തിൽ ഭഗവാന്റെ ശക്തി കൊണ്ട് തന്നെയാണ് നാം ഓരോരുത്തരും സർവ്വപ്രാണികളെയും പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പഞ്ചഭൂതങ്ങളെ പൂജിക്കാനും നമ്മുടെ ശരീരത്തിലെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇന്ദ്രിയം മനസ്സ് എന്ന് പറയുന്നു. ആ ഇന്ദ്രിയം മനസ്സ് ഞാൻ തന്നെയാകുന്നു എന്നുകൂടി ഭഗവാൻ ഗീതയിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ആ മനസ്സിന് ഉപരിയായി വർത്തിക്കുന്ന ഭഗവാനാണ് മനസ്സിൻ്റെ നിയന്ത്രണം നടക്കുന്നത് എന്ന ബോധത്തിൽ അതിനെയൊക്കെ മാനസ പൂജ ചെയ്യുമ്പോൾ തന്നെ മനസ്സിനെ തന്നെയാണ് പൂജിക്കുക എന്നർത്ഥം. അതുകൊണ്ട് സർവഭൂതങ്ങളെയും അവയുടെ അധിഷ്ഠാന ദേവതകളായി കണ്ടുകൊണ്ട് അതിനെ പൂജിക്കുന്നവർ അസൂയയിൽ നിന്ന് മുക്തനായി തീരുകയും ചെയ്യും. അപ്പം ഒരു മഹാത്മാവിനെ കണ്ടാൽ പോലും അവരെ ഒക്കെ ഈശ്വരനായി കണ്ടുകൊണ്ട് അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്നാണ് പറയുക. സാധാരണഗതിയിൽ ഭക്തിയില്ലാത്തവർക്ക് നമ്മളെക്കാളും കഴിവുള്ള മഹർഷിമാരോ അല്ലെങ്കിൽ സിദ്ധന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അസൂയൊക്കെ തോന്നുക. അപ്പോൾ അതൊന്നും ഉണ്ടാകാതെ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ വേണം. അതാണ് ഇന്ന് സത്സംഗം, ഗുരുക്കന്മാരിൽ നിന്ന് തന്നെ നേരിട്ടുള്ള ആ സമ്പർക്കം ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഈശ്വരൻ്റെ അവബോധം ഉണ്ടാകുന്നതാണ് പറയുന്നത്. ദൃശ്യമാത്രത്തിൽ തന്നെ ഭഗവാനെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നതിന് മഹാഭാഗ്യം. ആ തത്തുല്യരായിട്ടുള്ള മഹാത്മാക്കളെ കാണാനും സന്ദർശിക്കാനും ഇടവന്നു കഴിഞ്ഞാൽ അതും മഹാഭാഗ്യം. അതിൽ നിന്ന് തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ ഈ കറകളഞ്ഞ ഭക്തിയിലേക്ക് എത്താനുള്ള ഒരു പ്രേരണയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ തികഞ്ഞ ഗൗരവത്തോടെ പരമാധികാരിയായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ സംസാരിച്ചപ്പോൾ മഹർഷിമാരും സന്യാസിമാരും പരിപൂർണ നിശബ്ദത പാലിച്ചു. ഇത്ര ഹ്രസ്വവും സമഗ്രവുമായ രീതിയിൽ ജീവിത ദർശനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ട് അവർ അത്ഭുതപ്പെട്ടുപോയി. നല്ല ജ്ഞാനമില്ലെങ്കിൽ ശരീരമാണ് ആത്മാവെന്നും കുടുംബാംഗങ്ങളെല്ലാം ചർച്ചക്കാരാണെന്നും തൻ്റെ ജന്മസ്ഥലം ആരാധ്യമാണെന്നുമൊക്കെ ചിന്തിച്ചു പോകും. ഈ ജീവിത സങ്കല്പത്തിൽ നിന്നാണ് ദേശീയവാദം എന്ന നവീന ദർശനം രൂപം കൊണ്ടത്. ഭഗവാൻ കൃഷ്ണൻ ഇത്തരം ആശയങ്ങളെ നിരാകരിച്ചു. കേവലം സ്നാനത്തിനു വേണ്ടി മാത്രം പുണ്യ തീർത്ഥമോ സ്നാനങ്ങളോ പുണ്യസ്ഥലങ്ങളോ സന്ദർശിക്കുകയും ആ അവസരം മഹാഭക്തരെയും മഹാത്മാക്കളെയും കണ്ട് അവരുമായിട്ട് ബന്ധപ്പെടാൻ ഉപയോഗിക്കാതെ മടങ്ങിപ്പോരുകയും ചെയ്യുന്ന ആളുകളെ അദ്ദേഹം വിമർശിച്ചു. അതായത് വെറുതെ ഒരു വിനോദയാത്ര പോകുന്നത് പോലെയൊക്കെ ഇന്നധികം അങ്ങനെയാണ് നടക്കുന്നത്. ഒരു ടൂർ പ്രോഗ്രാം ഉണ്ടാക്കുക, ഒരു പാക്കേജിലാണ് പോയിട്ട് വരിക. അപ്പോൾ അവിടെയൊക്കെ ഏതെങ്കിലും മഹാത്മാക്കളോ സന്യാസിമാരോ ഒക്കെ ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്നും ദർശിക്കാനോ അവരെപ്പറ്റി അറിയാനോ ഒന്നും സന്ദർഭം ലഭിച്ചാൽ പോലും അതൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ മടങ്ങിപ്പോരുകയും ചെയ്യുന്ന ആളുകളെ ഭഗവാൻ കൃഷ്ണൻ പണ്ടേ വിമർശിച്ചിരിക്കുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ളവർ വെറും കഴുതകളാണെന്ന് തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവരെല്ലാം ചിന്തിച്ചു നോക്കി. താൻ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമായിട്ട് വീണ്ടും മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ടി വരുന്ന ഒരു സാധാരണ മനുഷ്യരെ പോലെ ലീലകളാടുന്ന പരമപുരുഷൻ തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ എന്ന് അവർ ഉറപ്പിച്ചു. മനുഷ്യജന്മത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നതിന് ഉദാഹരണപരമായിട്ട് എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് തീർത്ഥസ്ഥാനങ്ങൾ സഞ്ചരിക്കേണ്ടത്, എങ്ങനെയാണ് സത്സംഗം നടത്തേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രഭാഷണം പോലും നടത്തേണ്ടത് എന്ന് ഭഗവാൻ ഇവിടെ പ്രത്യക്ഷത്തിൽ കാണിച്ചു തരികയാണ് ചെയ്ത. മനുഷ്യജന്മത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ ഏത് രീതിയിൽ ജീവിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കാനാണ് അദ്ദേഹം ഈ ലീല തന്നെ നടത്തുന്നത്. അപ്രകാരം കൃഷ്ണൻ പരമപുരുഷനാണെന്ന് ഉറപ്പിച്ച ശേഷം ഋഷിമാർ ഇപ്രകാരം പറഞ്ഞു തുടങ്ങി. പ്രിയപ്പെട്ട ഭഗവാനെ, സമൂഹത്തിൻ്റെ നേതാക്കളായിട്ടുള്ള ഞങ്ങൾക്ക് യുക്തമായ ജീവിത ദർശനമുണ്ടെന്നാണ് വയ്പ്. എങ്കിലും അവിടുത്തെ ബാഹ്യശക്തികളുടെ ഇതുപോലെ ഉള്ളതും അങ്ങയുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ മറയ്ക്കുന്നതുമായിരിക്കുന്ന അങ്ങയുടെ പെരുമാറ്റത്തിൽ ഞങ്ങൾ അത്ഭുതപ്പെടുന്നു. അതിനാൽ അങ്ങയുടെ ലീലകൾ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ ഭഗവാന്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭക്തിയുടെ പ്രഭാവത്തെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ അവതരിച്ചു വന്നു എന്ന് മാത്രമല്ല, അതിനൊക്കെ മുമ്പേ തന്നെ
ഈ സംസ്കാരത്തെ പ്രചരിപ്പിക്കുന്നതിനുള്ള കഴിവോടുകൂടി അനേകം ഋഷിമാരെയും സത്സംഗത്തിനില്ലേ ഗുരുക്കന്മാരെയൊക്കെ സൃഷ്ടിച്ച് ഭഗവാൻ പാർഷദന്മാരായിട്ട് ഇവിടെ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും വ്യാപിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെയാണ് ഈ പ്രവാസ തീർത്ഥത്തിൽ വന്നിട്ട് ഭഗവാനെ ദർശിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അവർക്ക് അപ്പോഴാണ് അനേക ജന്മങ്ങളിൽ ചെയ്ത ഈ സത്സംഗത്തിൻ്റെയും ഈ ജ്ഞാനത്തിൻ്റെയും എല്ലാം പ്രത്യക്ഷ രൂപം ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കി നേരിട്ട് കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചത്. ആ മഹർഷിമാരെ പറ്റി മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത് ഇവരാണ് സംസ്കാരത്തിൻ്റെ ആണിക്കല്ല് എന്ന് ഭഗവാൻ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും, ഇതൊന്നും നേരിട്ട് കണ്ടിട്ടും അനുഭവിച്ചിട്ടും മനസ്സിലാക്കാതെ നടക്കുന്നവരെയാണ് ഇവിടെ ഭഗവാൻ കഴുതകളെന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ശക്തമായിട്ട് ഈ പ്രകടന ഭക്തിക്കും പ്രത്യക്ഷ ഭക്തിക്കും ഈ പറയുന്ന വിനോദയാത്രകളുടെ രൂപത്തിൽ പുറപ്പെടുന്ന തീർത്ഥാടനങ്ങളും തീർത്ഥയാത്രകളെയൊക്കെ ഭഗവാൻ ശക്തിയുക്തമായിട്ട് വിമർശിച്ചിരിക്കുന്നത് ഈ ശ്രീകൃഷ്ണ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. കേവലം സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പാക്കേജൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അത് പോകുന്നവരും അത് കൊണ്ടുപോകുന്നവരും ആ തീർത്ഥാടനം കഴിഞ്ഞ് വരുന്നവരും യഥാർത്ഥത്തിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കിയിട്ട് വേണം ഈ തീർത്ഥാടനമൊക്കെ നടത്താൻ പോകേണ്ടതെന്നർത്ഥം. അപ്പം അതുകൊണ്ട് ഞാൻ പോലും ഇത്തരത്തിൽ പാക്കേജുകളുടെ പിന്നാലെ പോയിട്ട് വൃന്ദാവനത്തിലും ഇല്ലെങ്കിൽ ഇപ്പോൾ ചാർധാം യാത്രയിലും ഒക്കെ പോയത് ശരിക്കും പറഞ്ഞാൽ ഒരു വിനോദയാത്രയുടെ പ്രഭാവമേ അതിൽ നിന്നുണ്ടാക്കിയിട്ടുള്ളൂ. എന്നാലും കുറേയൊക്കെ ഗീതയും ഭാഗവതവും ഒക്കെ അതിൻ്റെ താത്വികമായിട്ടുള്ള പഠനത്തിൽ വ്യാപരിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു കാര്യം മാത്രമാണ് എനിക്ക് സത്യം മനസ്സിലായത്, ജഗത് മിഥ്യയാണെന്നും ബ്രഹ്മം സത്യമാണെന്നും മാത്രം തിരിച്ചറിയാൻ സാധിച്ചു. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.